എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. +2 റിസൾട്ട് 2024 വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്തയാണ് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ഇപ്പോൾ നിരവധിയായി നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ അപ്ഡേറ്റ്സുകൾ പരിശോധിക്കാം. ആദ്യമായിട്ട് കാണുന്നതിന് മുമ്പായി തീർച്ചയായും മടിക്കേണ്ട, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 പേർ വീഡിയോ കണ്ടാൽ ഒരു 10 പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കടന്നു പോകുകയാണ്. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ആവരുത്. നമുക്കും നല്ലൊരു നിലയിലെത്തണം. തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക. നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? +2 റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ 10,000 സബ്സ്ക്രൈബ് എന്ന കൗണ്ടിലേക്ക് നമുക്ക് 10,000 എന്ന കൗണ്ട് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ 6,466 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. നിങ്ങളൊന്ന് തീർച്ചയായും ഒന്ന് പിന്തുണയ്ക്കുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടെ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +2 റിസൾട്ട് 2024 വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്തയാണ്. ഗ്രേസ് മാർക്ക് സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സാണ് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗ്രേസ് മാർക്കിൻ്റെ ഒഫീഷ്യൽ സർക്കുലർ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ടായിരുന്നു NSSന് എത്ര ഗ്രേസ് മാർക്കാണുള്ളത്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക സർക്കുലറിൽ അത് വിശദമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആ സർക്കുലർ നോക്കിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഗ്രേസ് മാർക്കായി ലഭിക്കുമെന്ന് നിങ്ങൾക്ക് കൃത്യമായി പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ്. ഞാൻ സർക്കുലർ നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ സർക്കുലർ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന വാർത്ത. ഗ്രേസ് മാർക്ക് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഔദ്യോഗിക സർക്കുലറിലൂടെ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. റിസൾട്ട് ഉടൻ ഉണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട്. റിസൾട്ട് ഞാൻ കൺഫർമേഷനായിട്ട് പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 15 ഓർ 25 കാരണം കഴിഞ്ഞ വർഷം റിസൾട്ട് പ്രസിദ്ധീകരിച്ച ഡേറ്റ് മെയ് 25. ഈ വർഷം ഒരു മെയ് 10 മെയ് 15 വരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു അൺഒഫീഷ്യൽ ഡേറ്റാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പോ പൊതുവിദ്യാഭ്യാസ മന്ത്രിയോ ഇതുവരെ യാതൊരു ഡേറ്റും അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ റിസൾട്ട് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾക്ക് എന്ത് ചെയ്യുക? നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ പുതിയൊരു ഈ കാണുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ. പിന്നെ പോകുന്നതിന് മുമ്പ് 100 പേർ വീഡിയോ കണ്ടാൽ 10 പേർ പോലും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരവസ്ഥയാണ്. പ്രിയ വിദ്യാർത്ഥികളെ, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് പിന്തുണയ്ക്ക് പ്ലീസ്. അപ്പോൾ ബൈ.